റോമൻ നഗരം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാത്തവരായി ലോകത്ത് തന്നെ ആരും ഉണ്ടാവില്ല. ജൂലിയോ ക്ലോഡിയൻ രാജവംശത്തിൽ ജനിച്ച് ചെറുപ്രായത്തിൽ തന്നെ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി. തൻ്റെ അമ്മയിൽ നിന്നും ഉപദേശങ്ങൾ അസഹനീയമായപ്പോൾ തെല്ലും അറപ്പില്ലാതെ അവരെ വധിക്കുവാൻ തയ്യാറായ ക്രൂരൻ, നയതന്ത്രം, വ്യാപാരം, സംസ്കാരം എന്നീ മേഖലകളിൽ കുറെ നല്ല പരിഷ്കാരങ്ങൾ കാഴ്ചവെച്ച ഒരു നല്ല ഭരണാധികാരി, ഒരു കവിയും നടനും സംഗീതജ്ഞനുമായി പൊതുജനം കണ്ട ഒരു കലാകാരൻ, ഇങ്ങനെ വിവിധ മുഖങ്ങളിൽ ലോകം കണ്ട നീറോ ക്ലോഡിയസ് സീസർ, നീറോ ചക്രവർത്തിയുടെ ചരിത്രം അത് നാം അറിയേണ്ടത് തന്നെയാണ്. AD 37 ജൂലിയോ ക്ലോഡിയൻ രാജവംശത്തിലെ ടിബീരിയസ് കൊല്ലപ്പെട്ടതിന് ശേഷം ക്ലോഡിയസ് ചക്രവർത്തി റോമിന്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുന്നു. ക്ലോഡിയസ് ചക്രവർത്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ധൂമകേതു പോലെ കടന്നു വന്ന സ്ത്രീയാണ് നമ്മുടെ കഥയിലെ നായകൻ നീറോ ചക്രവർത്തിയുടെ അമ്മ ജൂലിയ അഗ്രിപ്പിന. ഇവർ ആദ്യം ക്ലോഡിയൻ രാജവംശത്തിലെ തന്നെ അംഗമായിരുന്ന ഗോയസ് ഡെമീഷ്യസ് എന്ന ഒരാളുടെ ഭാര്യയായിരുന്നു. അദ്ദേഹത്തിൽ അഗ്രിപ്പിനയ്ക്ക് ജനിച്ചതാണ് നീറോ. നീറോയുടെ പിതാവായ ഡൊമീഷ്യസിനെ കുറിച്ച് പ്രശസ്ത ചരിത്രകാരനായ സ്യൂട്ടോണിയസ് പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ അർത്ഥത്തിലും വെറുപ്പുളവാക്കുന്ന ഒരു മനുഷ്യൻ. നീറോയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ പിതാവ് ഡൊമീഷ്യസ് ശരീരകോശങ്ങളിൽ ദ്രവം അടിഞ്ഞുകൂടുന്ന എഡിമ എന്ന രോഗം ബാധിച്ച് മരിച്ചു പോകുന്നു. നീറോയുടെ 11ാമത്തെ വയസ്സിൽ ക്ലോഡിയസ് ചക്രവർത്തി തന്റെ അമ്മ അഗ്രിപ്പിനായെ വിവാഹം ചെയ്ത് അദ്ദേഹത്തിന്റെ 4ാമത്തെ ഭാര്യയാക്കി. നീറോയെ തന്റെ മകനായി ദത്തെടുക്കുവാൻ വേണ്ടി ക്ലോഡിയസ് ചക്രവർത്തിയോട് അഗ്രിപ്പിന നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. അതനുസരിച്ച് ക്ലോഡിയസ് ചക്രവർത്തിയുടെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകളായ, രക്തബന്ധത്തിൽ അല്ലെങ്കിൽ പോലും തന്റെ സഹോദരി സ്ഥാനത്ത് കാണേണ്ടുന്ന ഒക്ടാവിയയെ നീറോ വിവാഹം ചെയ്യുന്നു. നീണ്ട 8 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷവും നീറോയ്ക്ക് ഒക്ടാവിയയിൽ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അതിസുന്ദരിയായ പോപ്പിയ സബിന എന്നൊരു സ്ത്രീയുമായി നീറോയ്ക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു. അവൾ ഗർഭിണിയായപ്പോൾ ഒക്ടോവിയ റാണിക്ക് വന്ധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് നീറോ ഒക്ടാവിയയെ നാടുകടത്തുന്നു. അങ്ങനെ തങ്ങളുടെ പ്രിയ റാണിയെ നാടുകടത്തിയതിൽ റോമൻ ജനത ഒന്നാകെ പ്രതികരിച്ചു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. എന്നാൽ നാടുകടത്തിയ തന്റെ ഭാര്യ ഒക്ടോവിയയെ വധിച്ചുകൊണ്ടാണ് നീറോ അതിന് മറുപടി നൽകിയത്.